എനിക്കിതിങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നൊന്നും അറിയില്ല. ഒന്നാമത്തെ കാര്യം, ക്യാമറ കാണുമ്പോൾ ചെറിയ പേടിയുണ്ട്. എന്ത് പറയണമെന്നറിയില്ല. പറയാൻ ഓർത്ത് തന്നെയാണെങ്കിലും മറന്നു പോകും. അതുകൊണ്ട് കുറേ നാളായിട്ട് വീഡിയോ ടൈപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് പറയാനായിട്ട് വീഡിയോ എടുത്തു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2008 2011 കാലഘട്ടമാണ് എൻ്റെ ഡിഗ്രി കാലഘട്ടം. നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്ന ഡിഗ്രിയുടെ സമയത്തായിരിക്കുമല്ലോ. നമ്മുടെ ഏറ്റവും നല്ല ദിനങ്ങളെല്ലാം ഡിഗ്രി കാലഘട്ടത്തിലായിരിക്കും. 10ലും +2 പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും നമ്മൾ കുറച്ച് ലോകം കണ്ടു തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളെന്തോ ആയി എന്ന് നമുക്ക് തോന്നുന്നത് ആ ഒരു കാലഘട്ടത്തിലാണല്ലോ. ആ കാലഘട്ടത്തിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കെന്നും പ്രിയപ്പെട്ടവരായിരിക്കും. പ്രത്യേകിച്ച് ആണായാലും പെണ്ണായാലും. കാരണം നമ്മൾ ആത്മഹത്യ നടന്ന കാലഘട്ടമാണുള്ളത്. പ്രേമിക്കാനും അടിയുണ്ടാക്കാനും അപ്പോളജി എഴുതാനും ഒക്കെ നമുക്ക് കൂട്ടുകാരുള്ള സമയം. നമ്മുടെ എന്ത് തോന്നിവാസത്തിലും കട്ടയ്ക്ക് കൂട്ടുവയ്ക്കുന്ന ഫ്രണ്ട്സ്. ട്രോളാൻ, തല്ലുകൂടാൻ, ക്രിക്കറ്റ് കളിക്കാൻ, എല്ലാത്തിനും. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്, കൂടെ പഠിച്ച ഒരുത്തന് ക്യാൻസറാണ്. അവൻ്റെ ഇത് 5ാമത്തെ സ്റ്റേജാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ അവർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ ഈ 5ാമത്തെ സ്റ്റേജ് ആകുമ്പോഴാണ് എന്നെയാണ് അവൻ്റെ ചേച്ചി കോണ്ടാക്ട് ചെയ്ത് പറയുന്നത്. കാരണം എങ്ങാനും അവന് കൂട്ടുകാരെ കാണണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഓർത്തിട്ട്. അപ്പോൾ അവന് ശരിക്കും ഓർമ്മയില്ല, ആഹാരം നേരെ കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം അവൻ്റെ ചേച്ചി പറഞ്ഞു, കൂട്ടുകാരെയൊക്കെ കാണുവാണെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷൻ സ്റ്റേജ് ആയിരിക്കും. കൂട്ടുകാരെയൊക്കെ കാണുവാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് അവൻ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടായാലോ എന്ന്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അവനെ കാണാൻ പോയി. കണ്ടാൽ പോലും മനസ്സിലാവില്ല. റേഡിയേഷനൊക്കെ ചെയ്തിട്ട് ആകെ കറുത്ത് കരുവാളിച്ചിരിക്കുകയാണ്. ചെന്നപ്പോഴേ ഞാൻ എന്നെ അറിയുമോയെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു, എവിടെയോ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്, കൂടെ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടെന്നാണ്. ആൾക്കിപ്പം തന്നെ എഴുന്നേറ്റ് നടക്കാനുള്ള ശേഷിയില്ല. ആരുടെയും സപ്പോർട്ട് വേണം. അതൊക്കെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജാണ്. ഞാനിത് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാനും അവനെ കുറേ സാമ്പത്തികമായിട്ട് സഹായിക്കാനും അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം ഇനി അത് എത്രത്തോളം വേണമെന്ന് അറിയില്ല. പക്ഷെ കൂട്ടുകാരുടെ വില ഇപ്പോഴാണ് അറിയുന്നത്. അത്രയും നാളും ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നു, ട്രോളുന്നു, കുറ്റപ്പെടുത്തലുകൾ വരുന്നു, അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഒരുത്തനൊരു വയ്യാഴിക വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒരുത്തനുമില്ല. അത്രയും നാൾ ഗ്രൂപ്പ് എല്ലാം ആക്റ്റീവായിരുന്നു. ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് 50% അല്ലെങ്കിൽ 50 മുകളിൽ ആൾക്കാർ ഇതിൽ ആക്റ്റീവായിരുന്നു എല്ലാ ദിവസവും. ഞാൻ ഈ കാര്യം, ഇവൻ്റെ മേലാഴികയുടെ കാര്യം ഞാൻ അവരോട് പറഞ്ഞ് ഗ്രൂപ്പിലിട്ടതേ ഉള്ളൂ. ഇപ്പോൾ ഒരുത്തനും മിണ്ടാട്ടമില്ല. ആ ഗ്രൂപ്പ് ഇപ്പം ഡെഡാണ്. ഞാൻ കുറേ പറഞ്ഞു നോക്കി, ഇതൊന്നും അത്ര നല്ലതല്ല. അവന് ഇനി പൈസയുടെ കേസ് ഓർത്തിട്ടാണെങ്കിൽ പൈസ അവന് വേണ്ട. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇനി അവനെ അടച്ചിട്ട ആ 4 മുറിക്കാത്തതാണ്. എങ്ങനെയും എല്ലാവരും ചെന്ന് അവനെ റീഫ്രഷ് ചെയ്യുവാണെങ്കിൽ, മരുന്ന് കഴിക്കാനുള്ള ടെൻഡൻസി എങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത്രയെങ്കിലും കൂടുതൽ അവൻ ആരോഗ്യം ഉണ്ടാവും. ആഹാരം കഴിക്കുക, മരുന്ന് കഴിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് അവൻ്റെ ആരോഗ്യത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാവും. നമ്മളാരും ദൈവങ്ങളൊന്നുമല്ല. നമുക്കൊന്നും ആരുടെയും ആയുസ് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നവനെ കാണുക, ആശ്വസിപ്പിക്കുക. എല്ലാവർക്കും ആഗ്രഹം കാണും. നമ്മളൊന്നും മേലാതെ കിടക്കുവാണെങ്കിൽ, വീണ് കിടക്കുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ചങ്കെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ആൾക്കാർ നമുക്കൊപ്പം കാണുമെന്ന്. ഇത്
നമുക്ക് പറയാൻ പറ്റാത്തത്ര വിഷമമുള്ള കാര്യമാണ്. ഈ ഒരു സമയത്ത് 5ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളൂ ആളുടെ അവസ്ഥ എന്തൊക്കെയാണ്. ബ്രെയിനെ വരെ ബാധിച്ചു തുടങ്ങി. ഇപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള അവസ്ഥയാണ്. ഇനി നമുക്ക് ചെയ്തു കൊടുക്കാനൊന്നുമില്ല. അവനെ കുറച്ച് സന്തോഷിപ്പിക്കുക, അവന് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ അവനെ എങ്ങനെയുള്ള എനർജറ്റിക് ആക്കുക. ഇവിടെ നമ്മൾ കൂടെ പഠിച്ചു, വാസ്തവം 3 വർഷം കൂടെ പഠിച്ചതാണ്. അവരുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും നമ്മളും കൂട്ടുന്നു, നമ്മളെ ഓരോ പ്രശ്നങ്ങൾക്ക് അവരും കൂട്ടുന്നതാണ്. കഴിഞ്ഞു. ഒരുത്തരം മേലാഴിക്കാന്ന് പറഞ്ഞപ്പം ഗ്രൂപ്പ് ഡെഡായി. പണക്കമില്ല. ആകെ 2 പേര് പേഴ്സണലായിട്ട് അവൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. വലിയ കമ്മ്യൂണിസ്റ്റ് വാദമൊക്കെ പറയുന്നതും പൊതിച്ചോറ് കൊടുക്കുന്നവന്മാരും ഒക്കെ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ പൊതിച്ചോറിൻ്റെ കഥയില്ല, സ്നേഹത്തിൻ്റെ കഥയില്ല, ഒന്നിച്ച് ആഹാരം കഴിച്ചതിൻ്റെ കഥയില്ല. ഞാൻ പഠിച്ച കോളേജ് എന്ന് പറയുന്നത് കട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ കോളേജാണ്. ഒരുത്തനുമില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ. ഇതാണ് ഇവന്മാർ കൊണ്ടു നടക്കുന്ന സോഷ്യലിസം. ഒന്നിച്ച് കഴിച്ച ആഹാരത്തിൻ്റെ ഇല്ല, കൊടുക്കുന്ന പൊതിയുടെ പോലും ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്കിതെങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല. ഇത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പിന്നെ അതിന് കമൻ്റായിട്ട് അവർ വരും എന്ന് പോലും എനിക്ക് പ്രതീക്ഷയില്ല. അതായത് അവരെ ശരിക്കും പറഞ്ഞാൽ അവരൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് പറയുന്നു എന്നെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. എനിക്ക് പ്രതീക്ഷയില്ല അവരൊന്നും അനങ്ങുന്നത്. കാരണം ഞാൻ ഇതിലും മോശമായിട്ട് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, അതിന് പോലും 90% ആൾക്കാരും വ്യൂ ചെയ്തു. അതിലൊരുത്തം പോലും റിയാക്ഷൻ ഇടുവോ അല്ലെങ്കിൽ റിപ്ലൈ ഇടുവോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത്രയ്ക്കത്രേ ഉള്ളൂ. അന്നെങ്കിൽ ഞാൻ പഠിച്ച ആ കോളേജിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ കൂടെയുള്ള കൂട്ടുകാരുടെ പ്രശ്നമായിരിക്കാം. നമുക്ക് നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടിയില്ലെന്ന് തന്നെ വേണം ഇതുകൊണ്ട് അനുമാനിക്കാൻ. നമ്മളൊക്കെ മേലാതെ കിടക്കും, അല്ലെങ്കിൽ നമുക്കൊന്നും വയ്യാതെ കിടക്കുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ഇവനെയൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം? ഇവനെ കൊണ്ടൊക്കെ നമുക്ക് എന്താ പ്രയോജനം? ഒരുത്തന് ഒരാൾക്കായിട്ട് ഒന്നും ചെയ്യാനല്ല. എനിക്ക് അവനെ കാണാൻ പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ ഇനി കാണാൻ പോകും. ഇപ്പോൾ പനി പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഈ ആഴ്ച പോയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് അറിയുന്ന ആ ദിവസം തന്നെ ഞാൻ പോയി. എനിക്കും ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. എല്ലാവരും ഒത്തുപിടിച്ച, ഞാൻ പറഞ്ഞല്ലോ, പൈസയുടെ പ്രശ്നമല്ല. പൈസ ഒന്നും വേണ്ട, ഒന്ന് ചെല്ലുക. നമ്മുടെ സാമീപ്യം, ഇതിന് പോലും ഇല്ലാത്ത കൂട്ടുകാരെ നമ്മൾ കൂട്ടുകാരായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? ഇമാരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഓക്കെ ഫ്രണ്ട്സ്, ശരി.